ഹായ്, എസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ബ്രേക്കപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബ്രേക്കപ്പ് ആയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ചിലപ്പോൾ എനിക്ക് കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്, ബ്രേക്കപ്പ് ആവുന്നത് നല്ലതാണെന്നാണോ പറയുന്നത്, ബ്രേക്കപ്പ് ആയതിന്റെ വിഷമം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ എനിക്കറിയാം, ബ്രേക്കപ്പ് ആയതിന് എത്രത്തോളം സങ്കടം ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിഷമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഗുണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് ബ്രേക്കപ്പ് ആകുന്നത് നല്ലതാണ് എന്നുള്ളതല്ല, പക്ഷേ ബ്രേക്കപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. സോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്കപ്പ് ആയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി ഉള്ള സംഭവമല്ലേ, ഇനിയിപ്പോൾ അത് കിട്ടാനായിട്ട് എന്താ ഉള്ളതെന്നൊക്കെ. പക്ഷേ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ തനിയെ ആയിരിക്കുന്ന സമയത്തും നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുമ്പോഴും രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ സിംഗിൾ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആരുടെയും നമുക്ക് പെർമിഷൻ വാങ്ങേണ്ടി വരില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ ഉണ്ടായിരിക്കാം, അതല്ലാതെ വേറൊരു പേഴ്സന്റെ എന്ന് നമുക്ക് പെർമിഷൻ വാങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് കൂടി പറയണം, ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പൊക്കോട്ടെ അല്ലെങ്കിൽ പോയാലോ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഒപ്പീനിയൻ കൂടി ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അവർക്കത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ട്രിപ്പ് പോകുന്നൊന്നും അവർക്ക് അത്ര വലിയ ഇഷ്ടമല്ല, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നോ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. സോ നമുക്ക് ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിനോട് എന്തോ ഒരു അകൽച്ചയും ഇഷ്ടക്കുറവും എല്ലാം തോന്നാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റും, വേറൊരാളുടെ പെർമിഷൻ ചോദിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതായത് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, കുറേ ഫ്രണ്ട്സ് സർക്കിൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ഇവരെല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും സങ്കടമായിട്ടിരിക്കുന്ന, അതായത് നമ്മളെ ഏറ്റവും താഴ്ചയിലിരിക്കുന്ന ടൈമിൽ ആരാണ് നമ്മളുടെ കൂടെ ഉള്ളത്, അവരാണ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഏതൊരു സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു ബ്രേക്കപ്പ് ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് തോന്നുന്ന ടൈമായിരിക്കും. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കിതൊന്നും അറിയാതിരിക്കുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്കവരെന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈമിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇത് കുഴപ്പമില്ല, പൊക്കോട്ടെ, സാരല്ല, നിനക്ക് ഇനിയും ഒരു ലൈഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്ക് നേടാൻ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരെയാണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിയൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അവരിൽ ആരൊക്കെയാണ് ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നത്, ആരൊക്കെയാണ് അവരുടേതായ ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ കള്ളത്തരം കാട്ടിയിട്ട് നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ റിയൽ ആയിട്ട് നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളെ ഡേറ്റ് ചെയ്യാനും അതേപോലെ അവരെ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ കഴിയണു എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്, കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പോലും വല്ലാത്തൊരു പേടിയോ എന്തൊക്കെയോ ഒരു വിഷമമായിരിക്കും. അതായത് ഞാൻ ഓൾറെഡി റിലേഷൻഷിപ്പിലാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ വേറൊരാൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനിപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിഷമാവില്ലേ, പിന്നെ അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യില്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പോലും പലരും തയ്യാറാവാറില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും ഒരാളെ ഡേറ്റ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലേർട്ട് ചെയ്താലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കമ്മിറ്റഡ് ആണ് എന്നുള്ള ആ ഒരു റീസൺ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതായത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ അയാൾക്ക് ഫീൽ ചെയ്യും എന്ന് വിചാരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സോ അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. എന്ന് കരുതി ഫ്ലേർട്ട് ചെയ്യുന്നതും ഡേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഫ്ലേർട്ട് ചെയ്യുന്നതും ഡേറ്റ് ചെയ്യുന്നതും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇയാൾ
ഇന്ന് ഫ്ലേർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയണമെന്നില്ല. ബട്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഡേറ്റ് ചെയ്യാനും ഫ്ലേർട്ട് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ടൈമും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. അവരെ വിളിക്കാൻ, മെസ്സേജ് അയക്കാൻ, അവരെ കാണാൻ, അവരോട് സംസാരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ടൈം അവിടെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ടൈം ഫുള്ള് വളരെ ക്വാണ്ടിറ്റി ടൈമായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ബ്രേക്കപ്പ് ആയാലുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അതിൽ സെൽഫ് കെയർ എല്ലാം വരും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും ചെയ്യാനും കഴിയും. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ ഒരാളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ചില ആളുകളുണ്ട്, ഇതോടുകൂടി എൻ്റെ പ്രണയ ജീവിതം അവസാനിച്ചു, ഇനി ഞാൻ ഒരാളെ പ്രണയിക്കില്ല, ഇതിനേക്കാൾ നല്ലൊരാളെ എനിക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു സമയമാണ്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവിടെ അവസാനിച്ചു, പിന്നീട് നിങ്ങൾക്ക് കറക്റ്റായി പറ്റിയിട്ടുള്ള ആൾ ആരായിരിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇങ്ങനെ ക്യാരക്ടർ ഉള്ള ഒരാളെയാണ് എനിക്ക് കുറച്ചുകൂടി ഓക്കെ ആയിരിക്കുക എന്നുള്ളത് കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ ആയിരിക്കും പിന്നീട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. സോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മീൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് അങ്ങനെ നിങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ചില ആളുകളുണ്ട്, ഫസ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ വളരെയധികം വിഷമിച്ചിരിക്കുന്നവര്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈമാണ്. അതായത് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറുമായിട്ട് ഒത്തുപോകുന്ന ഒരു ആളുടെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ അത് ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഒട്ടുമിക്ക ആളുകളിലും ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആവാറുണ്ട്, ഫസ്റ്റും സെക്കൻഡും ഒക്കെ ബ്രേക്കപ്പ് ആവാറുണ്ട്. അത് അത്ര വലിയ പ്രശ്നമായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ചേരുന്ന ഒരു പേഴ്സണെ പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ചിലരൊക്കെ അവരുടെ ലൈഫിൽ അത്ര വലിയ തോൽവികളും അല്ലെങ്കിൽ വിഷമങ്ങളൊന്നും അനുഭവിക്കാത്ത ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് വളരെ വലിയൊരു വിഷമമായിരിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രണയത്തിൽ തോൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷമം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ കുറച്ചൊരു ബോൾഡായിട്ട് മാറും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ബ്രേക്കപ്പ് ആവുന്നത് കൊണ്ട് കിട്ടുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളെയും പല വിഷമങ്ങളെയും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്, എല്ലാ ആളുകളുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്, കുറേ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ചിലർക്കൊക്കെ വളരെയധികം വളരെ പ്രയാസമുള്ള കാര്യമായിട്ട് മാറാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബ്രേക്കപ്പ് ആയെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചൊരു പേഴ്സണുമായിട്ട് ബ്രേക്കപ്പ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവിടെ നല്ല വിഷമം ഉണ്ടായിരിക്കും. സോ ആ ഒരു വിഷമം നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ മറികടന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഓൾറെഡി വരും എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറും, ബോൾഡ് ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ ലൈഫിനെ കുറിച്ച് പഠിക്കാനും ജീവിതം എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാനും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം, എങ്ങനെ ആ പ്രോബ്ലംസിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. സോ ഇതൊരു നല്ല പഠനവും കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗുണങ്ങളായിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കും, ബ്രേക്കപ്പ് ആയതിന്റെ സങ്കടം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ അവിടെ വിഷമം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല, അതിന് സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ വിഷമം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് ഗുണങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായി ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു പ്രോബ്ലം ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ
ഇത്തരത്തിൽ ബ്രേക്കപ്പ് ആയിട്ട് സങ്കടമായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്